എന്താ വേണ്ടി? മുട്ടായി എത്ര എത്രണ്ണല്ലേ? ഒന്ന് ബബ്ലിക്ക് 10 റുപ്യ. ഐശുവിന് മിഠായി ആണല്ലോ. ഏതാണല്ല കുട്ടി കൊടുക്കാൻ പറ്റും? ഇതെന്താ മാങ്ങ ഉപ്പിലിട്ടതാ? എത്ര? അതിന് 5 റുപ്യ. നാളെ വരാം. തൽക്കാലം ഇത് മതി. ഇതാ പാലക്കോൾ മാളല്ലേ? ഞങ്ങളെ കട. കടേന്റെ പേരത്? വലിയ മാള്. എന്തെങ്കിലും ഉണ്ട് കടയില്? കടയില് എല്ലാം ഉണ്ട്. ജാക്ക് പോട്ട് ഉണ്ട്, അച്ചാറുണ്ട്, വീടുമിഠായി ഉണ്ട്. ബബിൾക്കം. ഇത് മാങ്ങയൊക്കെ ഇങ്ങനെ തന്നെയാണോ അതോ? അല്ല, ഉപ്പിലിടാനുള്ള. അടിപൊളി. എങ്ങനെയുണ്ട് കച്ചവടം? വിചാരിച്ചതിനായിട്ട് നല്ല വരവൊക്കെ ഉണ്ട്. കൂട്ടുകാരെല്ലാം കൂടിയാ വരുന്നത്? ആ, എല്ലാരും വരും. ഈ എമ്മിലേക്ക് എത്ര? അതിന് 100 റുപ്യ. വന്നാ ആ പമ്പരം ഉണ്ടായിക്കോ. അയച്ചാലോ? അത് രണ്ടാളെന്ന് ഇതുപോലെ ഒരു കച്ചവടം പീടിയൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചത്? അത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ. മുമ്പുണ്ടായിനാ ഇതേപോലെ പീടിയ? ചെറുപ്പത്തിലൊക്കെ. ചെറുപ്പല്ലേ? 8ാം ക്ലാസ്സിലേക്കല്ലേ ആയില്ലോ? അതിലും ചെറുപ്പത്തിലാ? എത്രയില്? 4, 5 കളിക്കാനൊന്നും പോക്കില്ലേ ഇപ്പൊ? കളിക്കാൻ കുറേ ദിവസം പോയി. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇതുവരെ കളിമാര് കിട്ടും. എത്ര മണിക്ക് തുറക്കുക? രാവിലെ 9 മണിക്ക്. വൈകുന്നേരോ? വൈകുന്നേരം ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബാങ്ക് കൊടുക്കാനാകുമ്പോൾ കൊടുക്കും. ഇവിടെ എന്തൊക്കെ ഉള്ളേ? ജാക്ക് പോട്ട് ഉണ്ട്, സിഗരറ്റ് മിഠായി ഉണ്ട്, മാങ്ങ. 2 റുപ്യ. അല്ല, ഇതുപോലത്തെ ഒരു കട തുടങ്ങാനുള്ള പൈസയൊക്കെ എങ്ങനെ ആക്കിയ? അത് ഞങ്ങൾ ഉപ്പമാരോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു കട തുടങ്ങണമെന്ന്. അപ്പോൾ ഓല് സാധിച്ചു. പൈസ കുറെ നോട്ടും ചില്ലറയൊക്കെ കുപ്പിയിൽ കാണുന്നുണ്ട്. എന്താ പ്ലാൻ പൈസ കൊണ്ട്? അത് ഞങ്ങൾ സ്കൂളൊക്കെ തുറന്നിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ബുക്കൊക്കെ വാങ്ങാലോ. ബുക്ക് വാങ്ങാനും യൂണിഫോം വാങ്ങാനൊന്നും പേനൊന്നും ചോദിക്കുന്നില്ല പൈസ? അടിപൊളിയാണല്ലോ. സിപ്പുണ്ടോ? ഇപ്പൊ ഇട്ടുണ്ട് 5 റുപ്യ. ഇത് നമ്മുടെ പുളിയച്ചാറല്ലേ? നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഇതേപോലെ നല്ലായിരുന്നു. ചെറിയ ചെറിയ പാക്കറ്റിലൊക്കെ ആയിട്ടാ. ഇനിയിപ്പോൾ ഭാവിയിൽ വലുതായിട്ട് എന്താ കച്ചവടം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? പഠിച്ചൊരു ഡോക്ടറാവാനല്ലേ? അടിപൊളി. ഒരു ഉഷാറൊക്കെ നടക്കട്ടെ കേട്ടാ. അപ്പോൾ എനിക്കെന്താ തന്നെ പുളിയച്ചാറോ? ഒരു പുളിയച്ചാറ് തന്നെ. അപ്പോൾ നമ്മളീ കണ്ട പാലക്കോൾ മാള് പോലെ ഒരുപാട് കുട്ടി സംരംഭങ്ങൾ സംസ്ഥാനത്തുടനീളം തുടങ്ങിയിട്ടുണ്ട് ഈ അവധിക്കാലത്ത്. ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം, സമ്പാദ്യം സ്കൂൾ തുടങ്ങുന്ന സമയത്ത് പുസ്തകങ്ങളും യൂണിഫോമും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി ചിലവഴിക്കാനാണ് ഇതുപോലെയുള്ള മിടുക്കന്മാരുടെയൊക്കെ തീരുമാനം. ജോമറ്റിക്കയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്. പലതരം മിഠായികളും അച്ചാറുകളും ഒക്കെ ആയിട്ട് മിടുക്കന്മാരുടെ കുട്ടിക്കട അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാണ്. നമുക്കിപ്പം അഖില CP ചേർന്നുണ്ട്. അഖില, ഈ പ്രായത്തിൽ ഇവർ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ മുതിരുമ്പോൾ ഇവർ ആരാകും അല്ലേ? അതെ ജയലക്ഷ്മി, ഭാവിയിൽ ഒരു വലിയ സംരംഭകരെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുക. ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ വരുമാനത്തിൽ നിന്ന് സ്കൂൾ തുറക്കുമ്പോഴേക്കും യൂണിഫോമും പുസ്തകങ്ങളൊക്കെ വാങ്ങണമെന്നുള്ള ചിന്തയാണ് ആ കുട്ടികളുടെ മനസ്സ് മുഴുവൻ. അപ്പോൾ പ്രധാനമായിട്ടും സ്കൂളൊക്കെ 2 മാസം അവധിയാകുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ടെൻഷനായിരിക്കും. ഇവരെ നോക്കണം, ഇവരുടെ പിന്നാലെ നടക്കണം, കളിക്കാൻ പോകും, വീടും പരിസരമൊക്കെ വിട്ട് കളിക്കാൻ പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ തന്നെ ആദ്യം പറയുന്നുണ്ട്, ആദ്യമൊക്കെ കളിച്ചിരുന്നു, പക്ഷെ പിന്നെ ബോറടിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അച്ഛനോട് ചോദിച്ച ഇത്തരത്തിലുള്ള ഒരു കട തുടങ്ങാമെന്നൊരു ചെറിയ കടയല്ല, പാലക്കൽ മാൾ എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന വലിയൊരു കടയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് വലിയ കാര്യമാണ്. ഡോക്ടർ ആവണം എന്നൊക്കെ ഹസന പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ വലിയൊരു സംരംഭകയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വെറും 8ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. ആ 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ തന്നെ സ്വന്തമായി അധ്വാനിക്കണമെന്നും ഇത്തരത്തിൽ സാധനങ്ങളൊക്കെ സ്വന്തമായി വാങ്ങണമെന്ന് തോന്നിയത് തന്നെ ആ ഒരു ചിന്തയെ തന്നെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. അപ്പോൾ മാവൂരിലാണ് സംഭവം. ഇപ്പൊ ഈ സംസ്ഥാനത്തുടനീളം വെക്കേഷനാണ്, കുട്ടികളൊക്കെ അവധിക്കാലത്താണ്. തീർച്ചയായിട്ടും അഖില, എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ വളരെ മിടുക്കരായിട്ട് മുന്നോട്ട് തന്നെ പോട്ടെ, വലിയ സ്വപ്നങ്ങൾ കാണട്ടെ, വലിയ സംരംഭകരും ഡോക്ടറും ഒക്കെ ആയി മാറട്ടെ.